Hello dear children, welcome to Kids Area Online. Exam എങ്ങനെയുണ്ടായിരുന്നു? ഒന്നാം ക്ലാസ്സിലെ എക്സാം ഈസി ആയിരുന്നോ? യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് കാണണ്ടേ? ഒരിക്കൽ കൂടി നോക്കാം, ആൻസേഴ്സ് ഒക്കെ നോക്കാം. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ ഒന്ന് അറിയണ്ടേ? ഓക്കെ. അപ്പോൾ അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഒന്നാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് നൽകുന്നുണ്ട്. മാർച്ച് മന്ത് ലാസ്റ്റ് വരെ ഉണ്ടാവും. എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാമിന്റെ ക്ലാസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ LKG UKG റെഗുലർ ക്ലാസ്സസ് നെക്സ്റ്റ് ജൂൺ മുതൽ അടുത്ത ഇയറിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് ക്ലാസ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അത് ഏപ്രിൽ 2-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. ആനുവൽ എക്സാം ഇന്റഗ്രേഷൻ ഡേ 1 ആയിരുന്നു അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദാ ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഒരു കൈറ്റിൽ ആടാമെന്ന് എഴുതിയിട്ടുണ്ട്, ബലൂണിൽ പാടാമെന്ന് എഴുതിയിട്ടുണ്ട്, മുകളിൽ ഒരു എയ്റോപ്ലെയിൻ പോകുന്നുണ്ട്, മഴവില്ലുണ്ട്. ദാ ഇവിടെ നോക്കി ഒരു കുട്ടി ചിത്രം വരയ്ക്കുന്നുണ്ട്. ഈ കുട്ടി ആരാ? ടീച്ചർ പറഞ്ഞല്ലോ ക്ലാസ്സിൽ ആരാ? ഋതിക. അതെ, ഋതികയാണ് കേട്ടോ. ഋതികയ്ക്ക് ഒരു ടീച്ചർ ഉണ്ട്. ഋതികയെ ടീച്ചർ എന്താ വിളിക്കുക? ടീച്ചർ അമ്മ എന്ന് വിളിക്കുമല്ലേ? ആ ടീച്ചർ അമ്മ ഋതികയ്ക്ക് എന്ത് ഗിഫ്റ്റ് നൽകിയെന്നാ ഇന്നേ ക്ലാസ്സിൽ എക്സാം സമയത്ത് പറഞ്ഞേന്നേ? അതെ, ഒരു ചിത്ര ബുക്ക് നൽകി. ടീച്ചർ അമ്മ ഋതികയ്ക്ക് എന്ത് കൊടുത്തു? ഒരു ചിത്ര ബുക്ക് കൊടുത്തു. ആ ചിത്ര ബുക്ക് എന്ത് ചെയ്യാണ്? ഋതിക നിറം കൊടുക്കുകയാണ്. കണ്ടോ? അതേപോലെ എന്ത് ചെയ്യാ? ഈ ഋതിക ചിത്ര ബുക്കിന് നിറം കൊടുക്കുന്നു. അതിന് മുകളിൽ ആടാം, വായിക്കാം, വരയ്ക്കാം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതെന്ത് ചെയ്യണം? നിങ്ങൾ മനോഹരമായ നിറങ്ങൾ നൽകി ഈ ചിത്രത്തെ ഭംഗിയുള്ളതാക്കണം. അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നിറം നൽകുക. മനോഹരമായിട്ട് നിറം നൽകി ഈ ചിത്രത്തെ ഭംഗിയുള്ളതാക്കുക. അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. എല്ലാവരും ചെയ്തുവല്ലോ? ഈസി അല്ലേ? അതെ. രണ്ടാമത്തെ ചോദ്യവും നിറം നൽകൂ എന്നുള്ളതായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇവിടെ കുറച്ച് നക്ഷത്രങ്ങളുണ്ട്. കണ്ടോ? നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. ചെറിയ 2 നക്ഷത്രങ്ങൾ ഏതാ? ഇത് ചെറിയ 2 നക്ഷത്രങ്ങൾ ഏതായിരുന്നു? ഈ 2 നക്ഷത്രങ്ങളായിരുന്നു. അവയ്ക്ക് എന്ത് നിറം നൽകാനാ പറഞ്ഞിരിക്കുന്നേ? ചുവപ്പ് നിറം നൽകാൻ പറഞ്ഞിരിക്കുന്നു. അവയ്ക്ക് എന്ത് നിറം നൽകാൻ പറഞ്ഞിരിക്കുന്നു? ചുവപ്പ് നിറം. ഇതുപോലെ ചുവപ്പ് നിറം നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകൂ. 2 നക്ഷത്രങ്ങൾക്കും ചുവപ്പ് നിറം നൽകണം കേട്ടോ. അപ്പൊ ഇതുമായിരുന്നു ചുവപ്പ് നിറം നൽകേണ്ടിയിരുന്ന നക്ഷത്രങ്ങൾ. കറക്റ്റ് ആയിട്ട് ചെയ്തുവല്ലോ? നിങ്ങൾ ചെയ്തില്ലേ? യെസ്. അതിൽ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നൽകേണ്ടത്. വലിയ നക്ഷത്രത്തിന് ഏത് നിറം നൽകാൻ പറഞ്ഞു? നീല നിറം. ഓക്കെ, അപ്പോൾ വലിയ നക്ഷത്രം ഏതാണ്? ഇതിൽ വലിയ നക്ഷത്രം ഇതാണ് വലിയ നക്ഷത്രം. ഈ വലിയ നക്ഷത്രത്തിന് ഏത് നിറം നൽകാനാ പറഞ്ഞേ? നീല നിറം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ വലിയ നക്ഷത്രത്തിന് നീല നിറം നൽകണമായിരുന്നു. എല്ലാരും കൊടുത്തോ? വലിയ നക്ഷത്രത്തിന് നീല നിറം കൊടുത്തോ? ഇതുപോലെ യെസ്, വലിയ നക്ഷത്രത്തിന് നീല നിറം എല്ലാവരും നല്ലതുപോലെ ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ടീച്ചറുടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ എല്ലാവരും ചെയ്തല്ലോ? നിങ്ങൾ പുറത്തു പോകാതെ ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇടയ്ക്കൊന്നും വൈറ്റ് കളർ കാണല്ലേ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? എല്ലാം ഫില്ല് ചെയ്യണം. എന്നാൽ മാത്രമേ ഫുൾ മാർക്സും കിട്ടത്തുള്ളൂ. ഓക്കെ, എല്ലാവരും ചെയ്തില്ലേ? വലിയ നക്ഷത്രത്തിന് നീല നിറം നൽകുക എന്നുള്ളതായിരുന്നു അടുത്തത്. ഇതിൽ അടുത്ത 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓരോന്നിനും ഓരോ മാർക്ക് ഉണ്ട്. അപ്പൊ എല്ലാം നല്ലതുപോലെ ചെയ്താലേ ഫുൾ മാർക്സും കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ബി ചോദ്യം എന്ന് പറയുന്നത് വലിയ നക്ഷത്രത്തിന് നീല നിറം നൽകുക എന്നുള്ളതായിരുന്നു. ഇതുപോലെ എല്ലാവരും ചെയ്തുവല്ലോ? യെസ്. അതിൽ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം നൽകാം. ചിരിക്കുന്ന നക്ഷത്രം ഏതാ? ഇതാണ് ചിരിക്കുന്ന നക്ഷത്രം. ആ നക്ഷത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകായിരുന്നു. നിങ്ങൾ ഏത് നിറം കൊടുത്തു? ടീച്ചർ ഇവിടെ ഇതിനൊരു പിങ്ക് കളർ കൊടുക്കാൻ പോവാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഈ നക്ഷത്രത്തിന്, ഈ ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം നൽകാം എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം എന്ത് ചെയ്യാം? ഈ ചിരിക്കുന്ന നക്ഷത്രത്തിന്
നൽകാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾ കൊടുത്തല്ലോ, മഞ്ഞ നിറം കൊടുക്കാം, പച്ച നിറം കൊടുക്കാം, ചുവപ്പ് കൊടുക്കാം, നീല കൊടുക്കാം. ഇതിൽ നിങ്ങൾ ഈ നക്ഷത്രത്തിന് ഏത് നിറം കൊടുത്താലും നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. ഓക്കെ, മാർക്ക് കിട്ടും. ഇതുപോലെ നിറം കൊടുത്തില്ലേ? യെസ്. ഇനി ലാസ്റ്റ് ചോദ്യം എന്തായിരുന്നു? അതിൽ പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ? അതിന്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും. ഇതാണ് പൂ പോലുള്ള നക്ഷത്രം. എന്താ പറയുന്നേ? നടുവിൽ മഞ്ഞ നിറം കൊടുക്കണം, ഇതളുകൾക്ക് പച്ച നിറം കൊടുക്കണം. അപ്പൊ നടുവിൽ ഏത് നിറം കൊടുക്കാൻ പറഞ്ഞു? മഞ്ഞ നിറം കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. നടുവിൽ മഞ്ഞ നിറം നൽകാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നടുവിൽ മഞ്ഞ നിറം. ഇതളുകൾക്ക് ഏത് നിറമാണ്? ഇതളുകൾക്ക് പച്ച നിറം നൽകൂ. ഇതളുകൾക്ക് പച്ച നിറം നൽകാനാണ് പറയുന്നത്. ഇതളുകൾക്ക് പച്ച നിറം. ഓക്കെ, ഇതായിരുന്നു ഇതിലുള്ള അടുത്ത ചോദ്യം. എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തായിരുന്നോ? ഈസി അല്ലേ? യെസ്, ഈസി ആയിരുന്നു. ഇതായിരുന്നു അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലുള്ള അടുത്ത ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ കളർന്ന് അകത്തൊന്നും ആകരുത് കേട്ടോ. ടീച്ചർ വേഗത്തിൽ ചെയ്യുന്നതുകൊണ്ടാകുന്നതാ. നിങ്ങൾക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു, നിങ്ങൾ നല്ലതുപോലെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലെ കളർ ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ നല്ലതുപോലെ ചെയ്തില്ലേ? 2 ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ദാ നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? ഈ നക്ഷത്രത്തിന് ഒരു പേരില്ലേ? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്താ തോന്നുന്നത്? ഇതെന്താണ്? യെസ്, ഇതാരാ? സൂര്യനായിരുന്നു. ആരായിരുന്നു ഇത്? സൂര്യൻ. ഇതാരാ? സൂര്യൻ. ഇതാരായിരുന്നു? സൂര്യൻ. ഇത് ഏത് നക്ഷത്രമാ? സൂര്യനായിരുന്നു. എല്ലാവരും എഴുതിയായിരുന്നോ? രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം തരം തിരിക്കാം എന്നുള്ളതായിരുന്നു. ഇവിടെ ഏതൊക്കെ വാഹനങ്ങളാണല്ലേ? ബസ്, മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, തോണി, സൈക്കിൾ, തീവണ്ടി, റോക്കറ്റ്, വിമാനം, ലോറി, കപ്പൽ, ഹെലികോപ്റ്റർ. ഇതിനെ എങ്ങനെ തരംതിരിക്കണം? ട്യൂഷൻ കുട്ടികൾക്ക് ഇതിൽ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇത് കരയിലൂടെ സഞ്ചരിക്കുന്നവ. അടുത്തിവിടെ എന്താ എഴുതാനുള്ളത്? ആകാശത്തിലൂടെ. എന്താണ്? ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവ. അടുത്തതിന് ഒന്നുകൂടി ഉണ്ട്. കരയിലൂടെ, ആകാശത്തിലൂടെ. അടുത്തതിൽ എന്ത് എഴുതണം? വെള്ളത്തിലൂടെ. ഇവിടെ എന്താ എഴുതാനുള്ളത്? വെള്ളത്തിലൂടെ. ഇവിടെ എന്താ എഴുതാനുള്ളത്? വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവ. വെള്ളത്തിലൂടെ. ഓക്കെ, അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കണ്ടെത്തി എഴുതണം. ബസ് കരയിലൂടെ, മണ്ണുമാന്തി യന്ത്രം കരയിലൂടെ, ബോട്ട് വെള്ളത്തിലൂടെ. ആ ബോക്സിൽ എഴുതണം. ബോട്ട് വെള്ളത്തിലൂടെയുള്ള എന്ന ബോക്സിൽ എഴുതണം. തോണി വെള്ളത്തിലൂടെ എന്ന ബോക്സിൽ എഴുതണം. സൈക്കിൾ കരയിലൂടെ എന്ന ബോക്സിൽ എഴുതണം. തീവണ്ടി കരയിലൂടെ എന്ന ബോക്സിലാണ് എഴുതാനുള്ളത്. റോക്കറ്റ് ആകാശത്തിലൂടെ എന്നുള്ള കോളത്തിൽ എഴുതണം. വിമാനം ആകാശത്തിലൂടെ എന്നുള്ള കോളത്തിൽ. കപ്പൽ വെള്ളത്തിലൂടെ എന്നുള്ള കോളത്തിൽ എഴുതണം. ലോറി ഏത് കോളത്തിലാണ് എഴുതാനുള്ളത്? കരയിലൂടെ, ഇവിടുത്തെ ഈ കോളത്തിലാണ് എഴുതാനുള്ളത്. ഹെലികോപ്റ്ററോ ആകാശത്തിലൂടെയുള്ള എന്ന കോളത്തിൽ എഴുതണം. ഓക്കെ, ഇനി ഇതിൽ നിന്നൊരു ചോദ്യമുണ്ട്. ചക്രങ്ങളില്ലാത്ത ഒരു വാഹനത്തിന്റെ പേര് എഴുതൂ. ഇതിൽ ചക്രങ്ങളില്ലാത്ത വാഹനം ഏതായിരുന്നു? തോണി. ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നായിരുന്നു. ചക്രങ്ങളില്ലാത്ത വാഹനമാണ് തോണി. അപ്പോൾ അത് എഴുതിയല്ലോ. യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടോയ് വെഹിക്കിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതെല്ലാവരും എഴുതിയായിരുന്നോ? ടോയ് വെഹിക്കിൾ. ട്രെയിൻ, ലോറി, എയ്റോപ്ലെയിൻ, കാർ, ഓട്ടോറിക്ഷ. ട്രെയിനിന് 55 രൂപ, ലോറിക്ക് 41 രൂപ, എയ്റോപ്ലെയിന് 80 രൂപ, കാറിന് 30 രൂപ, ഓട്ടോറിക്ഷയ്ക്ക് 16 രൂപ. 55, 41, 80, 30, 16. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രൈസ് ഓഫ് ദ ടോയ് വെഹിക്കിൾ ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഇതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇതിൽ ആദ്യത്തേത് ഏതായിരുന്നു? 16 ആണ് ആദ്യം എഴുതേണ്ടത്. 30 ആണ് രണ്ടാമത് എഴുതേണ്ടത്. 41 ആണ് അടുത്ത് എഴുതേണ്ടിയിരുന്നത്. 55 ആണ് അടുത്ത് എഴുതേണ്ടിയിരുന്നത്. 80 ആണ് അടുത്ത് എഴുതേണ്ടിയിരുന്നത്. എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയല്ലോ. ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ പ്രൈസ് ഫോർ എ ട്രെയിൻ ആൻഡ് എ കാർ? ട്രെയിൻ എത്ര രൂപയാണ്? ട്രെയിൻ എത്ര രൂപയാ നോക്കിയേ. ട്രെയിൻ എത്ര രൂപയാണ്? 55 രൂപ. കാറിന് 30 രൂപ. അപ്പോൾ 55 30 കൂടെ കൂട്ടി എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ എഴുതണമായിരുന്നു. 55
പ്ലസ് 30 എത്രയാ കിട്ടിയേ? 85. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ ഇവിടെ എഴുതാനുള്ളത്? വിച്ച് ടോയ് ഹാസ് ദ ഹയസ്റ്റ് പ്രൈസ്? ഹയസ്റ്റ് പ്രൈസ്, ഏറ്റവും വില കൂടിയത് ഏതായിരുന്നു? ഏറ്റവും വില കൂടിയ വെഹിക്കിൾ ഏതാണ്? എയ്റോപ്ലെയിൻ ആയിരുന്നു. 80 എയ്റോപ്ലെയിൻ. അപ്പോൾ അടുത്ത കോളത്തിൽ എഴുതേണ്ടിയിരുന്നത് എയ്റോപ്ലെയിൻ. വിച്ച് ടോയ് ഹാസ് ദ ഹയസ്റ്റ് പ്രൈസ് ഏതായിരുന്നു? എയ്റോപ്ലെയിൻ ആയിരുന്നു. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം. ലാസ്റ്റ് ചോദ്യം, which all notes and coins can be used to buy a toy auto rickshaw of 16 rupees? 16 rupeesന് ഓട്ടോറിക്ഷയ്ക്ക് 16 rupees ആണ്. അത് ഏതൊക്കെ നോട്ട്സ് കോയിൻ കൊടുത്താൽ നമുക്ക് കിട്ടുക? 10ന്റെ ഒരു നോട്ട്. എന്ത് ചെയ്യണം? 10ന്റെ ഒരു നോട്ട് കൊടുക്കണം. 10ന്റെ. അടുത്തേത് കൊടുക്കണമായിരുന്നു? 5ന്റെ ഒരു നോട്ട് കൊടുക്കണമായിരുന്നു. 16 കിട്ടണമെങ്കിൽ 5ന്റെ ഒരു നോട്ട് കൊടുക്കണം. 5ന്റെ ഒരു നോട്ട് കൊടുക്കണമായിരുന്നു. ഇനി കോയിൻ, 1 രൂപയുടെ കോയിൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ എന്തായി? 16 ആയി. അപ്പൊ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? യെസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.